കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറയുകയുണ്ടായി. അവരുടെ അനിയത്തി പുതുതായിട്ടൊരു ഇൻസ്റ്റാ പേജൊക്കെ തുടങ്ങി. ഇൻഫ്ലുവൻസർ എന്ന രൂപത്തിൽ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം കൊളാബറേഷനൊക്കെ കിട്ടുന്നുണ്ട്. നല്ല രൂപത്തിലായി തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഫീൽഡിൽ നിൽക്കാൻ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. അത് ഒന്ന് അനിയത്തിയോട് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ തീർച്ചയായിട്ടും വളരാൻ പറ്റും. അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള പണി. ഏത്? ഉപദേശിക്കൽ. ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കാമല്ലോ ഉപദേശിക്കൽ. ഇത് നമ്മുടെ റാഫ് ഡയറി പേജിനെ നോക്കിയാൽ മതി. എന്തെങ്കിലും കൺസിസ്റ്റൻസി ഉണ്ടാ? എന്താണ് ഇതിനു മുമ്പ് വീഡിയോ ഇട്ടെന്നൊക്കെ നോക്കിയാൽ മതി. ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ലാതെ നിൽക്കുന്ന ഒരുത്തൻ അപ്പുറത്തുള്ള ആൾക്ക് കൊടുക്കുന്ന ഉപദേശമാണ് കൺസിസ്റ്റൻ്റ് ആയാൽ മതി രക്ഷപ്പെടും എന്നുള്ളത്. പക്ഷേ ഇതിന് മറുവശം കൂടിയുണ്ട്. നമ്മുടെ റാഫ് ടോക്ക് യൂട്യൂബ് പേജ് നിങ്ങൾക്കറിയാമല്ലോ. അതിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിഞ്ഞ 6-7 വർഷക്കാലം വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രമാണ് അതിങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതാണ് ഇവിടുത്തെ സക്സസിൻ്റെ പ്രധാനപ്പെട്ട ടൂള് എന്നുള്ളത്. നമ്മൾ ബാക്കിയുള്ളവർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാറുണ്ട്. ഈ സക്സസ് എന്ന് പറഞ്ഞാൽ 10% ടാലൻറ്റും ബാക്കി 90% കൺസിസ്റ്റൻസിയുമാണ് എന്നുള്ളത്. പറയാറില്ലേ, ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ് വെൻ ടാലൻറ്റ് ഡസൻറ്റ് വർക്ക് ഹാർഡ് എന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള കോട്ടൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്താ പിന്നെ ചെയ്യാൻ പറ്റാത്തത്? അതിന് പല കാരണങ്ങളുണ്ടാവും. നിങ്ങളിൽ പലരും ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാം, അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ അവിടെ എത്തുകയുള്ളൂ, സക്സസ് ആവുകയുള്ളൂ എന്നറിയാം. എന്നാലും ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ ഒരു പ്രശ്നമാണത്. അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തിടത്തോളം കാലം നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിന് ഇൻറ്റൻറ്റ് ആക്ഷൻ ഗ്യാപ്പ് എന്നാണ് പറയുക. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വീണ്ടും ഒരു ഉപദേശം തോന്നണ്ട, ഞാൻ എന്നോട് തന്നെ ഉപദേശിച്ചാണ്. റാഫ് ഡയറിയിൽ ഇനി ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സക്സസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർമുല അത് തന്നെയാണ്. ഈ ടാലൻറ്റിനേക്കാൾ കൂടുതൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. കൺസിസ്റ്റൻസിയാണ് പ്രധാനം. പക്ഷേ ഇൻറ്റൻറ്റ് ആക്ഷൻ ഗ്യാപ്പ് കുറക്കണം.